നമസ്കാരം. ഇന്ന് ഒരു പാലപ്പത്തിൻ്റെ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പാലപ്പത്തിൻ്റെ ഒരു റെസിപ്പിയാണ്. ഇതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് പച്ചരി എടുക്കുന്നുണ്ട്. ഈ പച്ചരി ഒന്ന് കഴുകിക്കൊണ്ട് വരാം. അതിനുശേഷം വീണ്ടും കാണിക്കാം. പച്ചരി കഴുകി നന്നായി വൃത്തിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചോറിട്ട് കൊടുക്കാം. ഏതരിയുടെ പച്ചരിയോ ചാക്കരിയോ കുത്തരിയോ ഏതെങ്കിലും അരിയുടെ ചോറ് ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്, പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് കൂടാതെ ഒരു 1/4 ടീസ്പൂണ് കൂടുതൽ അല്ല 1/4 ടീസ്പൂണ് ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇത് ഓവർനൈറ്റ് ഇരുന്ന് ഒന്ന് കുതിർന്ന ശേഷം അരയ്ക്കാൻ നേരത്ത് ഞാൻ തേങ്ങ അരയ്ക്കുന്നതായിരിക്കും. അപ്പോൾ തേങ്ങ കാണിക്കാം. ഇപ്പോൾ ഇത് ഇരുന്ന് കുതിരട്ടെ. ഞാൻ അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. തേങ്ങ തിരുമ്മിക്കൊണ്ട് വരട്ടെ. ഞാൻ ഇത്രയും തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം 2 കൈപ്പിടി തേങ്ങ കാണും. ഇതുപോലെ 2 കൈപ്പിടി തേങ്ങ ഉണ്ട്. ഈ 1 കപ്പ് അരിയാണ് ഞാൻ ഇട്ടിരുന്നത്. ആ 1 കപ്പ് അരിക്ക് വേണ്ടുന്നത് ഏകദേശം ഇത്രയും വേണം. ഇത് നമുക്ക് ഇന്നലെ ഞാൻ രാത്രിയിലാണ് അരി കുതിർത്തത്. ആ അരിയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇന്ന് രാവിലെയാണ് ഇത് അരയ്ക്കുന്നത്. ഏകദേശം 5:30 ആയി. ഇനിയും ഇതിൻ്റെ അകത്ത് വെള്ളം കണ്ടില്ലേ? ഈ വെള്ളം മറ്റൊരു പാത്രത്തിലേക്ക് ഊറ്റി വയ്ക്കും. ഇനി ഈ തേങ്ങയുടെ ഇതിലേക്ക് മിക്സ് ചെയ്യുക. എന്നിട്ട് ആ തേങ്ങയെല്ലാം ഞാൻ ഈ കുതിർത്ത അരിക്കകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അരച്ചെടുക്കാൻ ഇങ്ങനെ കുറേശ്ശെ ഇട്ട് അരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അരി കുതിർത്ത വെള്ളം, ആ വെള്ളം കളയരുത്. അതാണ് ഒഴിച്ച് അരയ്ക്കേണ്ടത്. ഇനി അരച്ചുകൊണ്ട് വരാം. അരച്ചുകൊണ്ട് വന്ന് കുറച്ച് ബാക്കിയും അരച്ചുകൊണ്ട് വരാം. നമ്മൾ ഈ അരിയൊക്കെ അരയ്ക്കാനിടുമ്പം അതിൻ്റെ മേളിൽ പരക്ക വെള്ളം നിൽക്കുക. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയത്തില്ലല്ലോ, അതിനായിട്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ ചേച്ചിയുടെ മോൾക്ക് വേണ്ടിയാണ് ഇത് ഡെഡിക്കേറ്റ് ഞാൻ ചെയ്യുന്നു. ആ കുട്ടിക്ക് അറിയില്ല ഇതൊന്നും. അവൾക്ക് വേണ്ടി ഞാൻ ഇത് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. വീണ്ടും ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഈ കപ്പൊക്കെ സ്വല്പം വെള്ളം എടുത്ത് കഴുകി ഈ മാവിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിന് ശേഷം നമുക്കിതൊന്ന് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യേണ്ടതുണ്ട്. അത് നമ്മൾക്ക് തവി കൊണ്ടൊന്നും മിക്സ് ചെയ്യണ്ട. നമ്മുടെ കൈ കൊണ്ട് മിക്സ് ചെയ്യാം. കാരണം നമ്മുടെ കൈയുടെ തലോടലൂടെ ഈ അരിമാവൊന്ന് അറിഞ്ഞോട്ടെ. അത് ഞാൻ തമാശ പറഞ്ഞതാണ്. പിന്നെ ഈ നമ്മുടെ കൈ കൊണ്ട് ഇളക്കുമ്പോഴാണെങ്കിൽ പെട്ടെന്ന് അതൊന്ന് സെറ്റായി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് ഇളക്കുന്നത്. സോറി. ഇത് നമുക്ക് അടച്ച് 2-3 മണിക്കൂർ 2 മണിക്കൂറെങ്കിലും വെച്ചേക്കണം. വെച്ച ശേഷം നമുക്ക് ഓരോന്നും ചുട്ടെടുക്കാം. അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ടുണ്ട്. പാലപ്പത്തിൻ്റെ കൂടെ 3 മുട്ടയൂടെ ഇട്ട് ഒരു മുട്ടക്കറിയോട് തയ്യാറാക്കാം. 3 മുട്ട ഇട്ടിട്ടുണ്ട്. അത് അടുപ്പത്ത് വെച്ച് പിഴിഞ്ഞെടുക്കാം.
മുട്ടക്കറിക്ക് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് വഴന്ന് വരട്ടെ. ഇതിനാവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒന്ന് വഴന്ന് വരട്ടെ. സവാള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളിപ്പഴം കൂടെ ആഡ് ചെയ്യാം. തക്കാളിപ്പഴം ഇതിൻ്റെ വടലട്ട് അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി ഇത്ര എടുത്തിട്ടുണ്ട്. ഇത് തക്കാളിപ്പഴം വഴന്ന് വന്നതിന് ശേഷം ആഡ് ചെയ്യാം. തക്കാളിപ്പഴം ഒന്ന് വേഗട്ടെ. നമുക്ക് നനച്ചു കൊടുക്കാം. തക്കാളിപ്പഴം ഏത് വിധമായെന്ന് നോക്കാം. തക്കാളിപ്പഴമൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മസാലകൾ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികൾ ചേർത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി പച്ചമണം മാറുന്നിടം വരെയും ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിന് ശേഷം സവാളയും തക്കാളിപ്പഴവും മസാലയും എല്ലാം ഇരുന്നൊന്ന് വേഗട്ടെ. നടച്ച് വയ്ക്കാം. തുറന്ന് നോക്കാം. ഇതെല്ലാം വെന്തിട്ടുണ്ട്. വെന്തൊന്ന് സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യമായ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതിവിടെ ഇരുന്ന് വേഗട്ടെ. അടച്ചു കൊടുക്കാം. ഗ്രേവി എന്തായെന്ന് നോക്കാം. ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം പുഴുങ്ങി പൊളിച്ച് വെച്ചിരിക്കുന്ന മുട്ട വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ മസാലയും ഉപ്പും എല്ലാം ഒന്ന് ഇതിൽ പിടിക്കട്ടെ. നമുക്ക് വീണ്ടും ഇത് ഒന്ന് അടച്ചു കൊടുക്കാം. ഒന്നുകൂടെ ശരിയാണ്. ഗ്രേവിയോട് കൂടിയ മുട്ടക്കറി റെഡിയായി. ഇതിൻ്റെ അകത്ത് കൂടുതൽ ഗ്രേവിയോ ഇതിൻ്റെ അകത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തേങ്ങ പാൽ ചേർക്കാവുന്നതാണ്. ടേസ്റ്റും കിട്ടും. പാലപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കിയത് ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്ക് ഓരോന്നായി ചുട്ടെടുക്കാം. തീ കത്തിച്ച് ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തവി എന്ന മാവ് കണക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് എന്നിട്ട് ഇങ്ങനെ ചുറ്റിക്കണം. എൻ്റെ കയ്യിൽ ഈ ഫോൺ ഇരിക്കുകയാണ്. എനിക്ക് ചുറ്റിക്കാൻ പാടാണ്. ഞാൻ ഇത് തയ്യാറാക്കി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. പാലപ്പത്തിന് ഞാൻ ഇവിടെ മാവൊഴിച്ച് ചുറ്റിച്ച് വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിൽ. ഇത് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. വേഗട്ടെ. പാലപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് ഈ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരും. ആ സമയമാണ് റെഡിയാകുന്നത്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നതാണ്. അങ്ങനെ പാലപ്പം റെഡിയായി. ഈ പാലപ്പം നല്ല സോഫ്റ്റാണ്. പാലപ്പം റെഡിയായിട്ടുണ്ട്. അതോടൊപ്പം കഴിക്കുവാനായിട്ട് മുട്ടക്കറി റെഡിയായിട്ടുണ്ട്.
ഈ പാലപ്പത്തിൻ്റെ റെസിപ്പിയും മുട്ടക്കറിയുടെ റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, കമൻ്റ് ഇടുക. എനിക്ക് മുന്നോട്ട് ഈ ചാനൽ തുടർന്ന് കൊണ്ടുപോകുന്നതിന് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. നിങ്ങൾ എന്നോട് സഹകരിക്കുമല്ലോ. ഇനിയും അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെയും ബൈ ബൈ. താങ്ക് യു.